Meet the editors. ബാലകൃഷ്ണൻ രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രാറ്റാണ്, ഒരു പൊളിറ്റിക്കൽ ടെക്നോക്രാറ്റ് കം ബിസിനസ്മാനാണ്. അതെ. ഒരു സംസ്ഥാനത്തെ ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനായി അങ്ങനെ ഇന്ത്യ രാജ്യത്തെ മറ്റേതെങ്കിലും ഒരു ടെക്നോക്രാറ്റ് കം ബിസിനസ്മാൻ വന്നിട്ടുണ്ടോ? സംഘപരിവാറിൻ്റെ പിന്തുണയില്ലാതെ എന്ന് എനിക്ക് സംശയമാണ്. കേരളത്തിലില്ല. എന്തായാലും സംഘപരിവാറിൻ്റെ പശ്ചാത്തലമില്ലാതെ ഒരു നേതാവ് എത്തുന്നു എന്നുള്ളതാണ്. അതും തിരുവനന്തപുരത്ത് ശശി തരൂരിനെ 83,000 വോട്ട് കുറച്ച് വിറപ്പിച്ച ഒരു നേതാവാണ്. കേരളം പിടിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. മുൻപിൽ വെല്ലുവിളികളില്ലേ? നിശ്ചയമായും മുൻപിൽ അതിശക്തമായ വെല്ലുവിളികളാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നിലുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ സൂചനകൾ ഇന്ന് ഈ അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നിന്ന് തന്നെ ലഭ്യമാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ആരായിരിക്കും BJPയുടെ അടുത്ത അധ്യക്ഷൻ എന്നുള്ളത്. അപ്പോൾ അതിൽ 4 പേരുകളാണ് പ്രധാനമായും നമ്മൾ പറഞ്ഞു കേട്ടത്. 1, കെ സുരേന്ദ്രൻ തന്നെ തുടരാനുള്ള സാധ്യത. 2, രാജീവ് ചന്ദ്രശേഖർ വരാനുള്ള സാധ്യത. 3, MT രമേശ് അധ്യക്ഷനാകാനുള്ള സാധ്യത. 4, ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷയാകാനുള്ള സാധ്യത. അപ്പോൾ ഈ സാധ്യതകൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം വാർത്തയായി കൊടുത്തുകൊണ്ടിരുന്നു. ഏറെക്കുറെ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും അടുത്ത അധ്യക്ഷൻ എന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ ഉറപ്പിൽ തന്നെ എത്തിച്ചേർന്നിരുന്നു. അന്നൊക്കെ പ്രമുഖ നേതാക്കളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പാർട്ടിയെക്കുറിച്ച് പണ്ട് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നാണ്. ഏതായാലും മാധ്യമങ്ങളുടെ പ്രവചനം ഇപ്പോൾ കൃത്യമായിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി തന്നെ വന്നിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഇനി ആ സ്വാഭാവികമായും ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന പല ആളുകളും ആ പാർട്ടിയിലുണ്ടല്ലോ. അവരൊക്കെ അസംതൃപ്തരാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ലല്ലോ. അതുതന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടാൻ പോകുന്ന ആദ്യത്തെ വെല്ലുവിളി. കാരണം ആ അസംതൃപ്തരായിരിക്കുന്ന ആരും ചെറിയ ആളുകളായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഇപ്പോൾ MT രമേശ് കൃഷ്ണദാസ് പക്ഷത്തിൻ്റെ ബാക്കപ്പ് ഉള്ള വലിയ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം എത്രയോ കാലമായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. ഒരു പ്രാവശ്യം കണ്ട് ഉപാധ്യക്ഷനായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വലിയ പദവിയിലേക്കൊന്നും അദ്ദേഹം വന്നിട്ടില്ല. പാർലമെൻ്ററി പദവിയിലേക്കും വന്നിട്ടില്ല. അദ്ദേഹം ജയിച്ചു വന്നിട്ടില്ല, മത്സരിച്ചിട്ടുണ്ട്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ വലിയ പദവിയൊന്നും ലഭിച്ചിട്ടുമില്ല. അപ്പോൾ MT രമേശിനെ പോലൊരാൾ അധ്യക്ഷനാകാതെ പോയതിനകത്ത് കൃഷ്ണദാസ് പക്ഷത്തിന് അതൃപ്തിയുണ്ടെന്ന്. അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ താൻ അധ്യക്ഷയാകുമെന്ന് പ്രതീക്ഷിച്ച ആളാണ്. കാരണം ഈ വനിതാ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങൾ BJP വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളത്തിൽ അവർക്കൊരു വനിതാ അധ്യക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ അതിന് യോഗ്യയായ ആൾ താനാണ് എന്നും ശോഭാ സുരേന്ദ്രൻ വിചാരിച്ചിരുന്നു. ആ അതൃപ്തി ശോഭയ്ക്കുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു ഘട്ടത്തിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകില്ല എന്നും കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ നയിക്കുകയും ചില വിജയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തയാൾ എന്നുള്ള നിലയ്ക്ക് കെ സുരേന്ദ്രൻ തന്നെ തുടരും എന്ന് സുരേന്ദ്രപക്ഷവും സുരേന്ദ്രപക്ഷത്തോടൊപ്പം നിൽക്കുന്ന V മുരളീധർ പക്ഷവും വിചാരിച്ചിരുന്നു. അവിടെയും അത് സംഭവിച്ചില്ല. അപ്പോൾ അത്തരം ചില അസംതൃപ്തികൾ നിശ്ചയമായും ആ പാർട്ടിക്കുള്ളിൽ പുകയുന്നു എന്നുള്ളത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളി. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. ആദ്യം പ്രസംഗിച്ചത് സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് കെ സുരേന്ദ്രനാണല്ലോ. കെ സുരേന്ദ്രൻ എന്താണ് പ്രസംഗിച്ചത്? അതിൽ തന്നെ ഈ വെല്ലുവിളിയുടെ സൂചനയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കെ സുരേന്ദ്രൻ പ്രസംഗിച്ചത് കഴിഞ്ഞ 5 വർഷത്തെ തൻ്റെ അധ്യക്ഷനായുള്ള പ്രവർത്തന കാലത്തെ നേട്ടങ്ങളെ ഉയർത്തിക്കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ കൂടുതൽ സമയവും ചെലവഴിച്ചത്. അതിന് അദ്ദേഹം 5 വർഷം എന്ന് പറഞ്ഞില്ല, മറിച്ച് കഴിഞ്ഞ 1 ദശാബ്ദക്കാലം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സ്ഥാനമൊഴിയുമ്പോൾ താനെല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതും പറയുന്നതും ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന കെ സുരേന്ദ്രൻ എന്താ ചെയ്തത്? കഴിഞ്ഞ 1 ദശാബ്ദക്കാലമായിട്ട് കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ BJP എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ശക്തമായ ബഹുജന അടിത്തറ ഇന്ന് BJPക്കുണ്ട്. നന്നായി ചലിക്കുന്ന സംഘടനാ മെഷീനറിയുണ്ട്. കഴിഞ്ഞ 1 ദശാബ്ദം പാർട്ടിയുടെ വളർച്ചയുടെ ദശാബ്ദമാണ്. ഇനി വരുന്ന ദശാബ്ദം BJPക്ക് കേരളം ഭരിക്കാനുള്ള ദശാബ്ദമാണ്. ആ ദശാബ്ദത്തിൽ BJPയെ നയിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. അതായത് മണ്ണൊരുക്കം ശരിയായിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു, ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ പാർട്ടി അങ്ങോട്ട് നയിച്ചിട്ട് കൃത്യമായി അങ്ങ് അധികാരത്തിലെത്തിക്കാൻ കഴിയുന്ന രീതിയിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുന്നു എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ പണിയെല്ലാം ഞങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ, എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഭംഗ്യന്തരേണ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊരു ചെറിയ വെല്ലുവിളിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഇപ്പോൾ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് BJP കരുത്തുറ്റ ഒരു സംഘടനയാണ്. BJP എന്ന് പറയുന്ന സംഘടനയ്ക്ക് വലിയ അടിത്തറയുണ്ടായിരിക്കുന്നു ബഹുജനങ്ങൾക്കിടയിൽ. അതേപോലെ BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സുരേന്ദ്രൻ. 20% നമ്മളുടെ വോട്ട് ഷെയർ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ മെഷീനറിയുമുണ്ട്. ഇനിയിപ്പോൾ എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ടാസ്ക് എന്ന് പറയുന്നത്? അത് അദ്ദേഹം തന്നെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കേരളത്തിൽ BJP അധികാരത്തിൽ എത്തിക്കാതെ താൻ മടങ്ങില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ടാസ്ക് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ തലയിൽ ഒരു കിരീടം അണിയിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഒരു ടാസ്ക് കൂടി അദ്ദേഹത്തെ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്.
ചോദിക്കുകയാണ്. കാരണം ഇവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിരിക്കുന്നു. ഇനി നിങ്ങൾ അവസാനത്തെ ലാപ്പ് ഓടുക എന്ന് പറയത്തില്ലേ ഈ റിലേ മത്സരത്തിൽ, ആ അവസാനത്തെ ലാപ്പ് ഓടി നിങ്ങൾ നന്നായി അങ്ങോട്ട് ഫിനിഷ് ചെയ്തോണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തിരിക്കുന്ന ടാസ്ക്. അതായത് ഇവിടെ ഇനിയിപ്പോൾ സംഘടന നന്നാക്കാനില്ല, സംഘടനയുടെ ബഹുജന അടിത്തറ വികസിപ്പിക്കാനുമില്ല, വോട്ട് ഷെയർ 20% എത്തിച്ചിട്ടുമുണ്ട്. കണക്കെല്ലാം വളരെ കൃത്യമാണ്, നമുക്കൊന്ന് പരിശോധിക്കാം. ശരിയാണ്, സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്, 20% വോട്ട് ഷെയർ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുക്കുമ്പോൾ BJP 1-ാം സ്ഥാനത്താണ്, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണ്. അപ്പോൾ 11 8 19 ചുരുങ്ങിയ ഒരു 10 സീറ്റെങ്കിലും പിടിക്കണമല്ലോ, 10 സീറ്റെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കാൻ കഴിയണമല്ലോ. നിലവിൽ ഇപ്പോൾ തന്നെ 12 മുനിസിപ്പാലിറ്റി BJP അല്ലേ ഭരിക്കുന്നത്, അതേപോലെ പാലക്കാട് മുനിസിപ്പാലിറ്റി BJP അല്ലേ ഭരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ 2 മുനിസിപ്പാലിറ്റികളും നിലനിർത്തിയാൽ മാത്രം പോരാ, തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ, അത് കോർപ്പറേഷനിൽ പ്രതിഫലിക്കണം. അതേപോലെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ട്, അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കണം. അപ്പോൾ ഈ അർത്ഥത്തിൽ ഒരു ടാസ്ക് വരികയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 26 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാക്കാൻ BJP കഴിയണം. ഞാൻ 2018 അമിത്ഷാ BJPയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ അമിത്ഷായോട് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം എന്നോട് പറയുന്നത് അടുത്ത 2 തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ കേരളത്തിൽ BJP അധികാരത്തിൽ വരും, നിങ്ങൾ നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. അത് ഈ സുരേന്ദ്രൻ പറഞ്ഞ 36 സീറ്റ് കിട്ടിയാൽ ഭരിക്കുമെന്നുള്ള നിലയ്ക്കല്ല, കണക്കുകൾ വെച്ചിട്ടാണ് അമിത്ഷാ പറയുന്നത്. അന്ന് അമിത്ഷായോട് ഞാൻ ചോദിക്കുന്നുണ്ട്, ആകപ്പാട് 12% വോട്ടേ ഉള്ളൂ നിങ്ങൾക്ക്, എങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുക? അന്ന് അദ്ദേഹം പറയുന്നൊരു കണക്കുണ്ട്, ഗുജറാത്തിൽ ഞങ്ങൾ 1995 അധികാരത്തിൽ വന്നു, കുറച്ച് ദിവസത്തേക്കേ അധികാരത്തിൽ വന്നുള്ളൂ. പക്ഷേ 1995 ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വോട്ട് ശതമാനം എത്രയാണെന്നറിയാമോ? 12%. ആ 12% നിന്ന് ഗുജറാത്ത് പോലൊരു വലിയ സംസ്ഥാനത്ത് അധികാരത്തിൽ വരാൻ കഴിയുമെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 14% വോട്ടുണ്ട്, അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് താമസം വിന ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് അമിത്ഷാ പറയുന്നത്. ഇപ്പോൾ ഇവിടെ 20% വോട്ടെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. 20% വോട്ടെന്ന് പറയുന്നത് ഫോർമിഡബിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഈ പറയുന്ന 24 തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 10 സീറ്റുകളായിട്ടെങ്കിലും അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടണം നിയമസഭയിൽ. ആ നിയമസഭയിലേക്കുള്ള 10 സീറ്റുകൾ 2 അക്കം കടക്കുക, നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുകയല്ല, 2 അക്കം കടക്കുക എന്നുള്ള ടാസ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ. അപ്പോൾ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇനി ഇവിടെ രാജീവ് ചന്ദ്രശേഖർ തെളിയിക്കേണ്ടത്, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അധികാരത്തിലേക്ക് BJPയെ എത്തിക്കുവാനുള്ള ടാസ്ക്കാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്, ഞാൻ ഇനി പിന്നോട്ടില്ല, ഞാൻ അത് കഴിയാതെ പോവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ടാസ്ക് തന്നെയാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് പിന്നെ കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ടാസ്കിലേക്ക് എത്തണമെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പ് ഒരു സവിശേഷമായ സാഹചര്യം കൂടി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. BJPയുടെ വോട്ട് എങ്ങനെയാണ് വർദ്ധിച്ചത്? BJPയുടെ വോട്ട് വർദ്ധിച്ചത് ഈഴവ വോട്ടിൽ നല്ലൊരു ശതമാനം BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഷിഫ്റ്റ് ചെയ്ത വോട്ട് എന്ന് പറയുന്നത് CPMനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു മേജർ ചങ്ക് ഓഫ് ഈഴവ വോട്ട് BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം 2024 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ വോട്ട് അവർ മാനേജ് ചെയ്തിട്ടുണ്ട്. അതിലാണ് തൃശ്ശൂരിൽ വിജയം സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്, ഇക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഈ ഈഴവ ക്രിസ്ത്യൻ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി പോൾ ചെയ്യുമോ? ഞാൻ അതിനകത്തൊരു സാധ്യതയും കാണുന്നില്ല. ഈഴവ വോട്ട് തിരിച്ച് CPMലേക്ക് പോകുന്നത് ഒരു സംശയവും വേണ്ട. ക്രിസ്ത്യൻ വോട്ട് ഇതുപോലെ തന്നെ BJPക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഈ പറയുന്ന 20% ഉണ്ടല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 20%, ആ 20% ഒരു ഷുവർ ബെറ്റ് അല്ല, ഒരു ഷുവറായ അടിത്തറയല്ല. അതിലെ നല്ലൊരു വോട്ടും ഫ്ലോട്ടിംഗ് വോട്ടാണ്, അത് തിരിച്ചു പോകാനുള്ള സാധ്യതയാണ്. അതാണ് മേജർ ചലഞ്ച്. ഇന്ന് നമ്മളിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ കവിത ചൊല്ലിക്കൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. അത് യാദൃശ്ചികമായിട്ടൊന്നുമല്ല. ആ 3 വരി എടുത്ത് ചൊല്ലുന്നത് അതിനകത്ത് കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. നമ്മളോടൊപ്പം നിൽക്കേണ്ട ആളുകളെക്കുറിച്ചുള്ള ധാരണ രാജീവ് ചന്ദ്രശേഖരനുണ്ട്, അഥവാ ആ വിഭാഗത്തെ കൂട്ടത്തിൽ തുടർന്നും നിലനിർത്താനുള്ള ശ്രമം എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം നമുക്കത് കാണാൻ. ക്രിസ്ത്യൻ വോട്ട് വീണ്ടും മാനേജ് ചെയ്യേണ്ടി വരുന്നൊരു വലിയ വെല്ലുവിളി രാജീവ് ചന്ദ്രശേഖരനുണ്ട്. ഇപ്പോൾ പല പുതിയ നേതാക്കളും ആ സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. അതിൻ്റെ ക്ലെയിമും വെച്ചിട്ടുണ്ട് കേട്ടോ കെ സുരേന്ദ്രൻ. ഇപ്പോൾ ഈ 30 ജില്ലകളായിട്ട് പ്രസിഡന്റുമാരെ തീരുമാനിച്ചല്ലോ, 30 ജില്ലകളായിട്ട് വിഭജിച്ചിട്ട് പ്രസിഡന്റുമാരെ തീരുമാനിച്ചതിനകത്ത് 3 ജില്ലാ പ്രസിഡന്റുമാർ ക്രിസ്ത്യൻ സമുദായത്തിലാണ് എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. ഇടുക്കി, കോട്ടയം, എനിക്ക് തോന്നുന്നു വേറെ തൃശ്ശൂർ, ഈ 3 ജില്ലകളിലെയും പ്രസിഡന്റുമാരെ ഞാൻ ഇതാ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ പറയുന്ന വോട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇനി ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് BJP എന്ന സംഘടന തന്നെയാണ്. ആ സംഘടനയിലെ ആഭ്യന്തരമായ ചേരിപ്പോരുകളാണ്. നമുക്കറിയാമല്ലോ BJPയെക്കുറിച്ച്. BJPയിൽ എത്ര ഗ്രൂപ്പുകളുണ്ടെന്ന് BJPക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നേ. ഇപ്പം നമുക്ക് വ്യക്തമായും അറിയാവുന്ന 2 പക്ഷങ്ങൾ കാലാകാലങ്ങളായിട്ടുണ്ടല്ലോ. മുരളീധര പക്ഷവുമുണ്ട്, ഇപ്പോഴത്തെ കൃഷ്ണദാസ് പക്ഷവുമുണ്ട്. അവസാന ഘട്ടത്തിൽ നമ്മൾ കേട്ടത് മുരളീധര പക്ഷത്തിനകത്ത് നിൽക്കുന്ന കെ സുരേന്ദ്രൻ്റെ
വേറൊരു പക്ഷമുണ്ട് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഈ ഫൈറ്റ് വളരെ ശക്തമായിട്ട് BJPക്ക് അകത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ആരുടെ പിന്തുണ പിന്നെ രാജീവ് ചന്ദ്രശേഖരന് കിട്ടും? ഞാനൊരു സാധ്യതയും ഈ രണ്ട് വിഭാഗങ്ങളുടെയും പിന്തുണ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മുരളീധരനെ സംബന്ധിച്ചിടത്തോളവും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളവും രാജീവ് ചന്ദ്രശേഖർ ഒരു പരാജയമാണെന്ന് തെളിയിക്കേണ്ടത് അവരുടെ ആവശ്യം കേട്ടോ. കേരളത്തിൽ അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ കൂട്ടത്തിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഒരു പ്രശ്നം എന്താ, കൃഷ്ണദാസ് പക്ഷത്തിൻ്റെയാണ്. കൃഷ്ണദാസ് പക്ഷത്തിനൊരു ഇപ്പോൾ തന്നെ ഒരു അവരൊരു അഗ്രീഡ് പാർട്ടിയല്ലേ. കാരണം അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന MT രമേശിനെ അല്ലേ. MT രമേശിന് നടക്ക് വീണില്ലല്ലോ. സ്വാഭാവികമായിട്ടും അവർക്കും ഒരു എന്താ പറയുക, അവരുടെയും ഒരു സഹകരണം ഉറപ്പാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ രണ്ട് പക്ഷങ്ങൾ രണ്ടായിട്ട് നിൽക്കുമ്പോൾ പിന്നെ രാജീവ് ചന്ദ്രശേഖരന് മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? ഒരു പുതിയ ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പുതിയ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു യുവ നേതൃമുഖത്തെ മുന്നോട്ട് വെച്ച് ഈ സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുമോ, അഥവാ അതിന് ശ്രമിച്ചാൽ അത് വിജയത്തിലെത്തിക്കാൻ കഴിയുമോ? ഇത്തരത്തിലുള്ള വെല്ലുവിളി ആഭ്യന്തരമായി രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതും ഒരു ചെറിയ വെല്ലുവിളിയല്ല. ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളുണ്ടല്ലോ, ഈ നേതാക്കളാരും കേരളത്തിലെ ചെറിയ നേതാക്കളല്ല. ഈ പാർട്ടിക്കകത്ത് ഏത് സമയത്ത് വേണമെങ്കിലും പാലം വലിക്കാൻ കരുത്തുള്ളവർ തന്നെയാണ്. അപ്പോൾ അത് തെളിയിച്ചിട്ടുമുള്ളവരാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ പാർട്ടിക്കകത്ത് നിന്ന് അതിശക്തമായ വെല്ലുവിളികൾ നേരിടുന്നു. അത് നിശ്ചയമായും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി തന്നെ നിലനിൽക്കുന്ന ചേരികൾ തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലാണ്. ആ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വത്തെ, രാജീവ് ചന്ദ്രശേഖരനെ പോലൊരാളെ അവിടെ പ്രതിഷ്ഠിക്കാൻ ഇടയാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം വെച്ചാൽ കൃഷ്ണദാസ് പക്ഷത്തിൽ നിന്ന് ഒരാൾ വന്നാലും മുരളീധര പക്ഷത്തിൽ നിന്ന് ഒരാൾ വന്നാലും അഥവാ സുരേന്ദ്രൻ തുടർന്നാലും ഒരു നേട്ടത്തിലേക്ക് ഇത് പോകും, അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് അവർക്കൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണമാണ് ഈ നടന്നിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. ആ പരീക്ഷണത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി. ഒരു കാര്യം പറയാം, ഒന്ന് BJPക്ക് അകത്തെ ആഭ്യന്തര ചേരിപ്പോര് എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കീറാമുട്ടിയായിരിക്കും. അതത്ര എളുപ്പത്തിലൊന്നും പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രണ്ട്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള വോട്ട് ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ വോട്ട് ഷിഫ്റ്റിൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രാഷ്ട്രീയത്തെ വീണ്ടും പിന്തുടർന്ന് പിടിച്ച് BJPക്കൊപ്പം തന്നെ ആ വോട്ട് ബാങ്കിനെ നിർത്തുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടിയന്തരമായി അദ്ദേഹത്തിൻ്റെ മെറ്റൽ തെളിയിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 അക്കം കടക്കുക കുറഞ്ഞ പക്ഷം ഈ പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ആ ടാസ്കുമുണ്ട്. ആ ടാസ്ക് വരെ എത്താൻ എന്ത് പിന്തുണ BJPയിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കടുത്ത വെല്ലുവിളികളാണ് BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിലുള്ളത്. അത് അത്ര എളുപ്പത്തിൽ കടന്നു കയറാവുന്ന ടാസ്കുമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. സ്മൃതി, കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. അത് രാഷ്ട്രീയമായും സംഘടനാപരമായും ഉള്ള വെല്ലുവിളികളാണ്. ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇവിടെ വിഭാഗീയതയുണ്ട്, വിവിധ പക്ഷങ്ങളുണ്ട്. ഈ പക്ഷങ്ങൾ കണ്ട് മടുത്തിട്ടാണ് കേന്ദ്ര നേതൃത്വം നേരിട്ട് ഒരു പേര് നിർദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. ഈ അവസാന നിമിഷം വരെ സുരേന്ദ്രന് ഒരു ഉറപ്പുണ്ടായിരുന്നു, അദ്ദേഹം തന്നെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുന്നതുകൊണ്ട് അദ്ദേഹം തന്നെ തുടരാൻ സാധ്യതയുണ്ട് എന്ന ഒരു തോന്നലാണ് ഉണ്ടായിരുന്നത്. നമുക്ക് വന്നിരുന്ന വാർത്തകളും അങ്ങനെയായിരുന്നു, ഒരു പക്ഷേ അദ്ദേഹം തന്നെ തുടർന്നേക്കുമെന്ന്. പക്ഷേ അവസാന നിമിഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു. അദ്ദേഹത്തിന് അതിൻ്റെ ആ മ്ലാനത ഈ സ്ഥാനം കൈമാറുന്ന ചടങ്ങിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ആ വാട്ടം മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ഷോക്കായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഇങ്ങോട്ട് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ഒറ്റയ്ക്ക് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഉറപ്പായിട്ടും ഒരു നേതാവിനെ, ഒരു പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ ചില ആലോചനകളുണ്ട്. ഇതുവരെ കേരളത്തിൽ BJP നേതൃത്വം പ്രവർത്തിച്ച പോലെ ആകരുത് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനം. കേരളം പിടിക്കുക എന്ന വലിയ ലക്ഷ്യം, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യത്തിൽ കേരളം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു നേതാവ് വേണം. അങ്ങനെ ഒരു നേതാവ് പ്രവർത്തിക്കുമ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വേറെ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്ന രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ ആരാണോ അധ്യക്ഷ സ്ഥാനത്തുള്ളത് അപ്പുറത്തെ വിഭാഗം അതിനെ വെട്ടാൻ നിൽക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന് അതിൻ്റെ പ്രസംഗത്തിൽ തൻ്റെ കാലത്തെ നേട്ടങ്ങളായി കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാം. കാരണം BJPക്ക് ദേശീയ തലത്തിലുണ്ടായിരിക്കുന്ന സ്വീകാര്യതയുടെ തുടർച്ച കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. സംഘടനാപരമായി എന്തൊക്കെ കാര്യങ്ങൾ സുരേന്ദ്രൻ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സംഘടനയിലേക്ക് ഒരുപാട് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുത്തടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുത്തടക്കമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. അതല്ലാതെ പാർട്ടിയെ വളർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അല്ലെങ്കിൽ പ്രതിപക്ഷ സ്വഭാവത്തോടു കൂടി ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ പ്രവർത്തിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണെന്ന് പറയാം. അതിനപ്പുറം അദ്ദേഹം കുറേ കേസുകളിൽ പെടുകയും അഴിമതി ആരോപണം നേരിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം പ്രതിരോധത്തിലായി. ഇനിയിപ്പോൾ ലോക്സഭയിലേക്ക് ഒരു വിജയമുണ്ടായി, ആദ്യമായി ഒരു വിജയമുണ്ടായി എന്ന് പറയുകയാണെങ്കിൽ തന്നെയും ആ വിജയം അത് എൻ്റെ വിജയമാണ്, അത് വേറെ ആരുടെയും വിജയമല്ല എന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിലും ഒരു ക്രെഡിറ്റ് എടുക്കാൻ സുരേന്ദ്രൻ സാധിക്കില്ല. അതാണ് കഴിഞ്ഞ കഥ.
ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ നിലവിലുള്ള ടീം അസാധുവായിരിക്കുന്നു. ഇനിയൊരു പുതിയ ടീമിനെ പ്രഖ്യാപിക്കണം. ആ ടീമിൽ ആരൊക്കെ നിർത്തും? ഇപ്പോൾ ഉള്ള നേതാക്കൾ എന്ന് പറയുന്ന രണ്ട് വിഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഈ ജനറൽ സെക്രട്ടറിമാരിലുള്ളത്. അഡ്വക്കേറ്റ് പി സുധീർ എന്ന് പറയുന്ന നേതാവ് സുരേന്ദ്രൻ വിഭാഗത്തിനൊപ്പം നിൽക്കുന്ന നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെയുള്ളത് കൃഷ്ണകുമാർ ആയാലും അതെ. പിന്നെ അപ്പുറത്തുള്ളത് എം ടി രമേശ്, സീനിയറായ നേതാവാണ്, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. എം ടി രമേശിൻ്റെ പേരാണ് RSSന് താല്പര്യമുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ വിഭാഗീയതയിൽ ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു നേതാവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മറുപക്ഷം വെറുതെ ഇരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് എം ടി രമേശിന് ഇപ്രാവശ്യവും ആ ഭാഗ്യമില്ലാതെ പോയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എം ടി രമേശ് ഉൾപ്പെടുന്ന കൃഷ്ണദാസ് പക്ഷത്തിൽ എം ടി രമേശിനെ ഒരു തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഒരു സമയത്ത് പിന്തുണച്ചായിരുന്നു അത്രേ. താങ്കളുടെ പേര് വരികയാണെങ്കിൽ ഞാൻ പിന്തുണയ്ക്കുമെന്ന് വരെ പറഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നേരെ തിരിച്ച് പിന്തുണയ്ക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഈ ജനറൽ സെക്രട്ടറിമാരുടെ കാര്യത്തിൽ വരുന്ന തീരുമാനം, ആ പ്രഖ്യാപനമാണ് ആരാർക്കൊപ്പം നിൽക്കും, ആരൊക്കെ കൂടെ ഉണ്ടാകും എന്നതിലേക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുക എന്നാണ് ഞാൻ കരുതുന്നത്. അത് വൈകാതെ ഉണ്ടാകുകയും ചെയ്യും. അതൊക്കെ കാലത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. തൻ്റെ ടീമിനെ അദ്ദേഹത്തിന് എന്തായാലും പ്രഖ്യാപിക്കേണ്ടി വരും. ആ ടീമിൽ ആരൊക്കെ, ആ നേതാക്കൾ എത്രത്തോളം കൂടെ നിൽക്കുന്നു. ഇനി ജില്ലാ തലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജില്ലാ ഘടകങ്ങളൊക്കെ ഇതിനകം തന്നെ വിവിധ ഗ്രൂപ്പുകളായി ഒക്കെ തിരിഞ്ഞ് എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് A to Z ഇനി മനസ്സിലാക്കണം. ആർക്കൊപ്പം നിൽക്കുന്നു, അവരെ ഇനി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഗ്രൂപ്പില്ലാതെ പ്രവർത്തിക്കുന്ന രൂപത്തിൽ അവരെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ഇവിടെ ഇപ്പോൾ ദേശീയ നേതൃത്വം നിശ്ചയിച്ച പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി മാറുന്നവരുണ്ടാകാം, സ്വാഭാവികമായി മാറിയെന്ന് നടിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്നവരും ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വലിയ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആരാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക? ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇപ്പോൾ സുരേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സംഘടനാ കാര്യങ്ങൾ ഒരാൾക്ക് ചുമതല, ഓഫീസ് കാര്യങ്ങൾക്ക് വേറെ ആൾക്ക് ചുമതല. അങ്ങനെയാണ് ജോർജ് കുര്യനും അതുപോലെ കൃഷ്ണകുമാറാണ് തോന്നുന്നു ചുമതല കൊടുത്തിരുന്നത്. അതുപോലെ ചുമതല കൊടുക്കാൻ അദ്ദേഹത്തിന് മുന്നിൽ ഏതൊക്കെ നേതാക്കളുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇനിയിപ്പോൾ അദ്ദേഹം ഒരു പുതിയ ശൈലിയുടെ അല്ലെങ്കിൽ മോദി ശൈലിയുടെ ഒരു പിന്തുടർന്ന് വന്നിട്ടുള്ള നേതാവാണ്. കാരണം അദ്ദേഹത്തിന് സംഘടനാപരമായ പശ്ചാത്തലമില്ല എന്ന് പറയാം ഒരു തരത്തിൽ. പക്ഷേ അദ്ദേഹം ഈ വികസനവുമായി ബന്ധപ്പെട്ട് യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പുതിയ രീതികളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറയുമ്പോൾ അദ്ദേഹം പുതിയ കാലത്തുമായി യോജിച്ചു പോകുന്ന ഒരു നേതാവാണ്. അങ്ങനെ പുതിയ കാലവുമായി യോജിച്ചു വരുന്ന നേതാവ് വരുമ്പോൾ അങ്ങനെ പാർട്ടി പ്രവർത്തകരുടെ വലിയ പിന്തുണ വേണ്ട. തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ അത് നമ്മളിപ്പോൾ ഹരിയാനയിൽ കണ്ടു, തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹിയിൽ കണ്ടു. അത് വേറൊരു തരം മെക്കാനിസമാണ്. ഒരു ഏജൻസി ഏൽപ്പിക്കുന്നു, ഒരു ഡേറ്റ തയ്യാറാക്കുന്നു, അവിടെ ജയിക്കാനുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് അവിടേക്ക് യുവാക്കളുടെ ഒരു നിരയെ കൊണ്ടുവരുന്നത് പാർട്ടി പ്രവർത്തകരൊന്നും ആവണമെന്നില്ല. അവർ പ്രവർത്തിക്കുന്നു, അവർക്ക് കൃത്യമായി പണം നൽകുന്നു, അവരവിടെ പ്രവർത്തിക്കും, കൃത്യമായി അവിടെ കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കും. ആ തന്ത്രം കൊണ്ടുവരാമല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തന്ത്രം കൊണ്ടുവരാമല്ലോ. ആ തന്ത്രം കൊണ്ടുവരാൻ ഒരുപക്ഷെ അദ്ദേഹം ആലോചിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ യുവാക്കളുടെ പിന്തുണ അല്ലെങ്കിൽ യുവാക്കൾ അടങ്ങുന്ന ഒരു വലിയ വിഭാഗത്തിന് പിന്തുണ തനിക്കുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ചില പ്രത്യേക മേഖലയിൽ നിന്ന് കിട്ടിയ പിന്തുണ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ തീരമേഖലയിലടക്കം അദ്ദേഹത്തിന് പിന്തുണ കിട്ടിയല്ലോ. അത് നേരത്തെ BJPക്ക് ഇല്ലാത്ത പിന്തുണയാണ്. അതുവരെ ആർജിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 3 ലക്ഷത്തിന്മേൽ വോട്ട് നേടാൻ ചുരുങ്ങിയ ദിവസം കൊണ്ട് 10-35 ദിവസം കൊണ്ടുള്ള പ്രചാരണത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ മുഴുവൻ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. ആ ആലോചനയിലാണ് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം? ഈ ഡേ ടു ഡേ പൊളിറ്റിക്സിൽ പ്രതികരിക്കണമല്ലോ. സുരേന്ദ്രൻ അങ്ങനെ പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല, പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ മണ്ടത്തരം പറ്റാൻ പാടില്ല, വളരെ സൂക്ഷ്മമായിരിക്കണം, ഷാർപ്പായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് എത്രത്തോളം സാധ്യമാകും? നമുക്ക് ഈ കളമശ്ശേരി സ്ഫോടനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു മോശം പ്രതികരണം ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം തീവ്രവാദിയാണ് അതിന് പിന്നിലെന്ന പ്രതികരണം വളരെ പെട്ടെന്ന് നടത്തി. അത്തരം പ്രതികരണങ്ങൾ കേരളത്തിൽ ദോഷമാണ് ചെയ്യുക എന്നൊരു ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഗുണം ചെയ്യും. മാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന ഹൈന്ദവ വോട്ടുകളിൽ തന്നെ ഇപ്പോൾ ഈഴവ വോട്ടുകളിൽ ഒരു ഭാഗം അദ്ദേഹത്തിന് അല്ല BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം നേടേണ്ടതുണ്ട്. NSS BJPയെ അകറ്റി നിർത്തുകയാണ്. അതേസമയം രാജീവ് ചന്ദ്രശേഖരനോട് അത്ര എതിർപ്പുമില്ല. അപ്പോൾ അദ്ദേഹം അധ്യക്ഷനായി വരുമ്പോൾ NSSനെ കൂടുതൽ അടുപ്പിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അതവിടെ ഇനി പരമ്പരാഗതമായി കിട്ടുന്ന BJP വോട്ടുകൾക്കപ്പുറമുള്ള വോട്ട് എത്രത്തോളം അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിലൊക്കെ നേതൃസ്ഥാനത്തേക്ക് അവരെയൊക്കെ കൊണ്ടുവന്നു, ഒരു പ്രാതിനിധ്യം കൊടുത്തു എന്നതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. അല്ലാതെ ഈ തരത്തിലുള്ള പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഇപ്പോൾ കാസ പോലുള്ള സംഘടനകളൊക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമായിരിക്കും. ഈ PC ജോർജൊക്കെ കൂടെയുള്ളത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്തിട്ടുള്ളതെന്ന് BJPക്ക് അനുഭവത്തിൽ നിന്നറിയാം. സുരേന്ദ്രനൊക്കെ അതുകൊണ്ട് അകറ്റിയാണ് നിർത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെ കൂടെ ചേർക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. ജോർജ് കുര്യന് പകരം ഷോൺ ജോർജ് ഒരുപക്ഷേ ജനറൽ സെക്രട്ടറി ആകുമെന്നുള്ള സൂചനകളും നമുക്ക് ലഭിക്കുന്നു. ഷോൺ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. ഒരുപക്ഷേ ഷോൺ വേറെ രീതിയിൽ പ്രവർത്തിക്കാൻ തയ്യാറാകുമായിരിക്കും. PC ജോർജിനെ പോലുള്ള രീതിയിലായിരിക്കില്ല ഷോൺ പ്രവർത്തിക്കുക, അങ്ങനെയും വരാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രാതിനിധ്യം
കൊടുത്തുകൊണ്ട് മുഴുവൻ ക്രിസ്ത്യൻ വിഭാഗത്തിനൊപ്പം പോകുമോ? അങ്ങനെയില്ല. അപ്പോൾ മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഈ NDAയിലേക്ക് കൂടുതൽ പിന്തുണ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ കൂടി വലിക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യത കൂടി പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ കേരള കോൺഗ്രസ് ഒരു കാലത്ത് ചിലപ്പോൾ BJPയുമായി അടുത്തേക്കുമെന്നൊക്കെ വിചാരിച്ചതാണല്ലോ. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. അങ്ങനെ സാഹചര്യം ഉണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും വാഗ്ദാനമോ എന്തെങ്കിലും കൊടുക്കുമോ, അത്തരം രാഷ്ട്രീയം അദ്ദേഹം പ്രവർത്തിക്കുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും വെല്ലുവിളിയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടും വെല്ലുവിളിയാണ്. അതിൽ കുറച്ചുകൂടി വ്യക്തത ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ടീം രാജീവ് ആരാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ വ്യക്തമാണ്. രാജീവ് ചന്ദ്രശേഖരന് മുമ്പിൽ വെല്ലുവിളികളുണ്ട്, സംശയമൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി എത്തുന്നതിന് മുൻപ് ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ്. ആ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആരെയാണ് ലക്ഷ്യമിടുന്നത്. അത് കേരളത്തിൽ വലിയ തരത്തിൽ ഒരു വോട്ട് ബാങ്കായി മാറാൻ സാധ്യതയുണ്ട് എന്നവർ കരുതുന്ന ഇപ്പോൾ തന്നെ CPMനോളം തത്തുല്യമായ ഈഴവ പിന്തുണ തങ്ങൾക്കുണ്ട് എന്ന് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ആത്മവിശ്വാസമുള്ള BJP ഈഴവ സമുദായത്തിലെ ഒരു നല്ല വിഭാഗം വോട്ടിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ്. രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ പിന്തുണയാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകുന്നത്. ശോഭാ സുരേന്ദ്രനേക്കാൾ മികച്ച കഴിവുള്ളയാളാണ് രാജീവ് ചന്ദ്രശേഖർ, സുരേന്ദ്രനേക്കാളും മികച്ച കഴിവുള്ളയാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു വയ്ക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുമ്പോൾ അതിൽ മറ്റൊരു ഡയമെൻഷൻ കൂടിയുണ്ട്. അത് കേവലം ഈഴവ വോട്ടുകളുടെ മാത്രം സമാഹരണമല്ല. പകരം അദ്ദേഹം ലക്ഷ്യം വയ്ക്കാൻ പോകുന്നത് യൂത്ത് സെൻറ്റേഡായ ഒരു ന്യൂജൻ പൊളിറ്റിക്സ് ആണ് എന്ന സന്ദേശം കൂടി നൽകുന്നുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്നതാണ് ആ ടാഗ്ലൈൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗവും അതിൻ്റെ തുടർച്ചയായിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കേരളം വളരണം, കുട്ടികൾക്ക് മികച്ച ഭാവി സൃഷ്ടിക്കണം, സംരംഭങ്ങൾ വളരണം, അതാണ് BJPയുടെ ദൗത്യം. സംസ്ഥാനത്ത് നിന്ന് യുവത്വം പോയാൽ നിക്ഷേപങ്ങൾ ഇവിടെ വരില്ല. ഒരു ടീമായി വികസന സന്ദേശം എത്തിക്കണം എന്നുള്ളതാണ്. ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെയും ഈ പ്രസംഗത്തെയും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഇനി വരുന്ന ഒരു ദശാബ്ദക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന രാഷ്ട്രീയത്തെയും ഒരു വലിയ നയമാറ്റമായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ BJP സംഘപരിവാറിൻ്റെ ആശയങ്ങളിൽ ഊന്നി നിൽക്കുമ്പോഴും വികസന രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയായിരിക്കും ഇനി കേരളത്തിൽ BJP പയറ്റാൻ പോകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മനസ്സിലാക്കുന്നത്. എത്രമാത്രം വിജയിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. 3 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പുതിയ BJP അധ്യക്ഷൻ നേരിടുന്നുണ്ട്. ഒന്ന്, ആശയപരമായി രാജീവ് ചന്ദ്രശേഖർ ഈ പോരാട്ടത്തിനിറങ്ങുമ്പോൾ, ഒരു വലിയ നയംമാറ്റത്തിനിറങ്ങുമ്പോൾ സംഘപരിവാറിൻ്റെ ആശയ പരിസരം എത്രത്തോളം പിന്തുണയ്ക്കും, അഥവാ സംഘപരിവാറിൻ്റെ ആശയ പരിസരത്ത് നിന്നുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് ഇത്തരം ഒരു വികസന രാഷ്ട്രീയത്തിൻ്റെ സന്ദേശത്തിന് BJP ഹൃദയങ്ങളിൽ ഇടം നേടാൻ കഴിയുമോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ താരതമ്യേന കെട്ടുറപ്പുള്ളൊരു സംഘടനയായി BJP മാറി. വിഭാഗീയതയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് പറയാം. വോട്ട് വിഹിതത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസമുണ്ട്. ആ സംഘടനയെ ബൂത്ത് തലത്തിൽ തന്നെ ഏകദേശം 20,000-ഓളം ബൂത്തുകൾ BJPക്ക് വളരെ ആക്റ്റീവായിട്ടുണ്ട്. ആ ബൂത്തുകളെ ചലിപ്പിക്കാൻ കഴിയണം എന്നുള്ള രണ്ടാമത്തെ സംഘടനാപരമായിട്ടുള്ള വെല്ലുവിളി. മൂന്നാമത്തത്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരിടാൻ പോകുന്ന വെല്ലുവിളി. ഈ 3 പ്രധാനപ്പെട്ട വെല്ലുവിളികൾ രാജീവ് ചന്ദ്രശേഖർ നേരിടുന്നുണ്ട്. ഞാനിതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നത് സംഘടനാപരമായും ഒപ്പം ആശയപരമായിട്ടുമുള്ള വെല്ലുവിളികളാണ്. അതിൽ ആശയപരമായ വെല്ലുവിളിയെക്കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നോക്കൂ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ PS ശ്രീധരൻപിള്ള K സുരേന്ദ്രന് മുമ്പ് പ്രസിഡന്റായിട്ടിരുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം ഒരു സമവായ രാഷ്ട്രീയത്തിൻ്റെ, ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും എന്നാൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് നിന്ന് ഒരു നിമിഷം പോലും വ്യതിചലിക്കാതിരിക്കുകയും ചെയ്തൊരു നേതാവാണ് PS ശ്രീധരൻപിള്ള. അതുകൊണ്ടാണല്ലോ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു ഫ്രേസ് PS ശ്രീധരൻപിള്ളയ്ക്ക് പിന്നീട് വിനയായി തീരുന്നതും. അത് അദ്ദേഹം ഒരു ക്യാമ്പിൽ വെച്ചാണ് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ എങ്ങനെ കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയണം എന്ന് വിശ്വസിച്ചിരുന്നവർ തന്നെയായിരുന്നു ഇവരെല്ലാവരും. അതിൽ നിന്ന് K സുരേന്ദ്രനും വ്യത്യസ്തമല്ല. K സുരേന്ദ്രൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഉപയോഗിച്ചു, നന്നായി തന്നെ K സുരേന്ദ്രൻ ഉപയോഗിച്ചു. പക്ഷേ K സുരേന്ദ്രന് ഒരു പ്രധാനപ്പെട്ട തടസ്സമായി നിന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വിഭാഗീയതയാണ്. കോർ കമ്മിറ്റിയിൽ നടക്കുന്ന വിവരങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ചോർന്നു വരുന്ന സാഹചര്യം. ശോഭാ സുരേന്ദ്രനാണെങ്കിലും അത് ശരി, കൃഷ്ണദാസ് പക്ഷമാണെങ്കിലും ശരി, മുരളീധര പക്ഷം എന്ന പേരിൽ ഉള്ള പക്ഷമാണെങ്കിലും ശരി, അത് BJPക്ക് ഒരു ഒത്തിണക്കത്തോടു കൂടി ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അപ്പോഴും സംഘപരിവാറിൻ്റെ ആശയ പരിസരത്താണ് K സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. ഇവിടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, 5400-ഓളം ഏകദേശം 5142 ശാഖകളുണ്ട് കേരളത്തിൽ RSSന്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ളൊരു സംസ്ഥാനമാണ്. അത്രമേൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം സംഘടനാപരമായി സംഘടിതമായ ഒരു രാഷ്ട്രീയ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ഒരു ബിസിനസ് എൻ്റർപ്രനർ രാഷ്ട്രീയ നേതാവ്
BJPയുടെ അമരത്തേക്ക് വരുന്നത്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയം അദ്ദേഹം വളരെ വ്യക്തമായി ഇന്നൊരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞു. അതൊരു വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്, യൂത്തിനെ ആകർഷിക്കാൻ പോകുന്ന രാഷ്ട്രീയമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി രാഷ്ട്രീയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളം വളരണം. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സമുദായത്തെയോ ഏതെങ്കിലും തരത്തിലുള്ള മതവിഭാഗത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും അദ്ദേഹം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരത്ത് വോട്ട് സമാഹരിക്കാൻ കഴിയില്ല എന്ന് രാജീവ് ചന്ദ്രശേഖരന് ബോധ്യമാവുന്നു. തിരുവനന്തപുരത്ത് പയറ്റിയതും അതേ തന്ത്രം തന്നെയാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പശ്ചാത്തലം നമുക്കറിയാവുന്നതല്ലേ. 2005 രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അതൊരു ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനമാണ്. ആ സ്ഥാപനം അന്ന് $100 മില്യൺ തുടങ്ങുന്നത്. ഇന്ന് അതിൻ്റെ ആസ്തി മൂല്യം എന്ന് പറയുന്നത് $800 മില്യൺ. $800 മില്യൺ 8 മടങ്ങ് അത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായി ജൂപ്പിറ്റർ ഒരു വലിയ ലാഭമായിരുന്നു. BPL പിന്നീട് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതും അതിൻ്റെ വിവാദവും ഒക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് BPL എന്ന കമ്പനി തകരുന്നതും ജൂപ്പിറ്റർ. പക്ഷേ ജൂപ്പിറ്ററിലെ നിക്ഷേപം രാജീവ് ചന്ദ്രശേഖരന് ഗുണകരമായി എങ്കിൽ, അതിനൊരു വളർച്ച ഉണ്ടാക്കിയെങ്കിൽ രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ നിക്ഷേപവും വളർച്ചയായിരുന്നു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം 2006 അദ്ദേഹം കർണാടകയിൽ നിന്ന് BJP MP ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി രണ്ടാം വട്ടവും അദ്ദേഹം ആദ്യം സ്വതന്ത്രനായിട്ട് വരുന്നു, പിന്നീട് BJP MP ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്നു, പിന്നീട് 2021 അദ്ദേഹം മന്ത്രിയായിട്ട് വരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് എന്ന് പറയുന്ന കമ്പനിയിൽ നടത്തിയ നിക്ഷേപം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തി വളർച്ചയും വലിയ വിജയമായിരുന്നു രാഷ്ട്രീയത്തിൽ. പക്ഷേ അദ്ദേഹം BJPയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ സംഘടനയെ ആശയപരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മണി പവറിന് കഴിയുന്ന കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊട്ടേറെ ഘടകങ്ങൾ അതിലുണ്ട്. അതാണ് അദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളി. ആ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ആശയ അടിത്തറയിൽ നിന്ന് BJP എന്ന് പറയുന്ന പാർട്ടിയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ എന്തുണ്ട് അദ്ദേഹത്തിനൊപ്പം ആശയ മൂലധനമായി എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആശയപരമായുള്ള സംവാദങ്ങൾക്കും ചർച്ചകൾക്കും എത്രമാത്രം രാജീവ് ചന്ദ്രശേഖരന് കഴിയും എന്നുള്ളത് ഞാൻ വലിയ ആശങ്കയോട് കൂടി തന്നെ നോക്കിക്കാണുന്നു. അത് രാജീവ് ചന്ദ്രശേഖരാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയവും മറുഭാഗത്ത് അതിനപ്പുറം നിൽക്കുന്ന വികസന രാഷ്ട്രീയവും തമ്മിലുള്ള ഒരു ആശയ സംഘർഷം ഉണ്ടാകാൻ പോകുന്നത്, അതിനെ എങ്ങനെ സംയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നു. ഒരുപക്ഷേ ഗുജറാത്തിലെ രാഷ്ട്രീയമായിരിക്കാം അഹമ്മദാബാദിൽ ജനിച്ച രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകയായിട്ടുണ്ടാവുക. പക്ഷേ അത് കേരളത്തിലെ രാഷ്ട്രീയ പരിസരത്ത് വ്യത്യസ്തമാണ്. കാരണം നിക്ഷേപ രാഷ്ട്രീയമാണ് ഇപ്പോൾ കോൺഗ്രസ് പിന്തുടരുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നതിന് വികസന രാഷ്ട്രീയമാണ്. സംഘപരിവാർ രാഷ്ട്രീയം അതിനെതിരാണോ? അങ്ങനെ അല്ല, സംഘപരിവാർ രാഷ്ട്രീയം നോക്കൂ, പൂർണ്ണമായും വികസന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതിൽ ഗോൾ കൊണ്ടുപോകുന്ന ആരാ? ഇപ്പോൾ നിലവിലുള്ള P രാജീവ് ആണെങ്കിലും ശരി, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതാണെങ്കിലും ശരി, റോഡുകൾ വരാൻ പോകുന്നതാണെങ്കിലും ശരി, പശ്ചാത്തല വികസനമാണെങ്കിലും ശരി, CPM രാഷ്ട്രീയം അതാണെന്നേ. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പണ്ടേ കേരളത്തിൽ നിക്ഷേപ സൗഹൃദമാക്കി കേരളം വളരുക എന്നുള്ള രാഷ്ട്രീയമാണ്. BJP അതിനിടയിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിലൂടെയാണല്ലോ അല്പമെങ്കിലും ചെറുതായ രീതിയിൽ വംശീയതയുടെയാണെങ്കിലും ചെറുതായ രീതിയിലാണെങ്കിലും അപരവിദ്വേഷത്തിൻ്റെതായാലും രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇനി ആ ഹിന്ദുത്വത്തിൻ്റെ ക്രൂഡ് പൊളിറ്റിക്സ് വേവില്ല. അവിടെയാണ് ഈ മൂന്ന് പാർട്ടികൾ തമ്മിൽ വ്യത്യാസമില്ലാതായി മാറുമ്പോൾ അതെങ്ങനെയാണ് BJP പിന്തുണയ്ക്കുക എന്ന വലിയ സൈദ്ധാന്തികമായിട്ടുള്ള ആശയപരമായിട്ടുള്ള വിഷയം ഉണ്ടാവുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി. രണ്ടാമത്തത് സംഘടനയെ ചലിപ്പിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു 20,000-ഓളം ബൂത്തുകൾ ചലിപ്പിക്കണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് K. സുരേന്ദ്രൻ ഏറ്റവും നല്ലൊരു എഫേർട്ട് ഇട്ട് പോയ ഒരാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. K. സുരേന്ദ്രൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ ഒരു മികവെന്ന് പറഞ്ഞാൽ സംഘടനാപരമായിട്ടുള്ള താഴെത്തട്ടിലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും വളരെ ഭംഗിയായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 30ഓളം BJP ജില്ലാ അധ്യക്ഷന്മാരുണ്ട്. അതൊരു വലിയ നേട്ടമാണ്. ആ 30 ജില്ലാ അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് ഞാൻ പരിശോധിക്കുകയായിരുന്നു. ആ ജില്ലാ അധ്യക്ഷന്മാരുടെ കണക്കുകൾ നമ്മളോട് പറയുന്നത് അതിൽ 280 മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആകെ 140 മണ്ഡലം കമ്മിറ്റി ആണെങ്കിൽ 240 മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. അതിൽ തന്നെ 39 മണ്ഡലങ്ങളിൽ വനിതകളാണ് പ്രസിഡന്റ്. കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും ഇത്രയധികം വനിതാ പ്രാതിനിധ്യം മണ്ഡലം കമ്മിറ്റികളിലില്ല. കോൺഗ്രസിനുമില്ല, CPM-നും ഇല്ല. ADS സെക്രട്ടറിമാരുടെ കണക്കെടുത്താൽ ഉണ്ടാവും. അതല്ല, മണ്ഡലം പ്രസിഡന്റുമാരുടെ കണക്കെടുത്താൽ കോൺഗ്രസിനുമില്ല. അവിടെ BJPക്ക് 39 വനിതാ മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്. 31 SC വിഭാഗത്തിൽപ്പെട്ടവർ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുണ്ട്. 12 പേർ ST വിഭാഗത്തിൽ നിന്നുണ്ട്. 11 പേർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുണ്ട്. അപ്പോൾ വളരെ സുഘടിതമായ ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ BJP മാറിക്കഴിഞ്ഞു K. സുരേന്ദ്രൻ്റെ കാലത്ത് എന്നുള്ളതാണ്. അപ്പോൾ ആ പാർട്ടിയാണ് ഏൽപ്പിക്കുന്നത്. പക്ഷേ വിഭാഗീയതയുണ്ട്. താഴെ തട്ടുവരെ ഈ മണ്ഡലങ്ങളിലെല്ലാം ആ വിഭാഗീയത പ്രതിഫലിക്കുന്നു. അതുകൊണ്ടാണ് MT രമേശിനും ശോഭാ സുരേന്ദ്രനും അവസരം നിഷേധിക്കപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏത് നേതാവിനെ വെച്ചാലും അത് പരിഹരിക്കാൻ കഴിയില്ല. ഇതിന് പുറത്തുനിന്ന് ഹൈക്കമാൻഡുമായി നേരിട്ട് ബന്ധമുള്ള അഥവാ കേന്ദ്ര നേതൃത്വവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു നേതാവ് വരണം. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ആനുകൂല്യം. രാജീവ് ചന്ദ്രശേഖരനെ മറ്റുള്ളവർ ഭയക്കാനുള്ളൊരു കാര്യം നേരിട്ട് അമിത്ഷായുമായുള്ള ഡയറക്റ്റ് കോൺടാക്റ്റാണ്. അത് K. സുരേന്ദ്രനില്ല, ശോഭാ സുരേന്ദ്രനില്ല, MT രമേശിനില്ല, കൃഷ്ണദാസിന് പോലുമില്ല. അതിനേക്കാൾ വലിയ നേരിട്ടുള്ള കേന്ദ്ര ബന്ധം രാജീവ് ചന്ദ്രശേഖരനെ ശക്തനാക്കുന്നു എന്നതാണ് എൻ്റെ
ഒരു ടേക്ക്. ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയായ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടന ഇനി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളിയാണ് ഇനി രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് ഓരോന്നിനും കൃത്യമായ ഫോർമുലയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ജനറൽ സെക്രട്ടറി ആയിട്ട് വരാൻ പോകുന്നത് ഷോൺ ജോർജ് ആണെന്നാണ്. ഷോൺ ജോർജിനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞിരിക്കുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ നിശ്ചയമായും സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷോൺ ജോർജ് വന്നേക്കാം എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ആയിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. ഇനി മൂന്നാമത് അദ്ദേഹത്തിന് ഈ സംഘടനയെ ആ രീതിയിൽ ചലിപ്പിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പന്തളവും പാലക്കാടും ഇപ്പോൾ BJPയുടെ കയ്യിലുള്ള രണ്ട് പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളാണ്. ഇനി പിടിക്കേണ്ടതോ തിരുവനന്തപുരത്ത് പിടിക്കണം, തൃശ്ശൂർ പിടിക്കണം. തിരുവനന്തപുരവും തൃശ്ശൂരുമെങ്കിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്തുക എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിന് ഈ ബൂത്തുകളെ വളരെ ആവേശഭരിതമായി പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്, ചലിപ്പിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് എന്നത് കാണാനാണ് നമുക്ക് കൗതുകം. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ സംജാതമായിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷമുണ്ട്. ഞാൻ ആ കണക്കുകളൊന്ന് പരിശോധിക്കുകയായിരുന്നു. കൗതുകമായിട്ടുള്ളൊരു കണക്കുണ്ട്. കഴിഞ്ഞ 2009 2014 കമ്പയർ ചെയ്യുമ്പോഴും കഴിഞ്ഞ 10 വർഷത്തിൻ്റെ കണക്കുകൾ കമ്പയർ ചെയ്യുമ്പോഴും വളരെ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. BJPക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഉണ്ടായിരിക്കുന്ന വോട്ട് വർധനവ് എന്ന് പറയുന്നത് 6.95 ലക്ഷം വോട്ടുകളാണ്. 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ BJPക്ക് കേരളത്തിലെ വോട്ട് വർധന എന്ന് പറയുന്നത് 14,74,000 വോട്ടാണ്. BJPയുടെ വോട്ട് വളർച്ച 10 വർഷത്തിൽ. അതാണ് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞത്. കെ സുരേന്ദ്രൻ പറഞ്ഞ 19%-ലേക്ക് 6% നിന്ന് 19% എടുത്തു വെച്ചിരിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ആ വോട്ട് ഞാൻ ആക്ച്വൽ നമ്പേഴ്സിൽ എണ്ണി നോക്കിയാൽ 14,74,000 വോട്ടിൻ്റെ വർധനവ് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനുണ്ടായിരിക്കുന്ന എത്രയാണെന്നറിയുമോ? 14,13,000 ഉള്ളൂ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വർധന ഉണ്ടാക്കിയത് BJPയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട്. കോൺഗ്രസിൻ്റെ വളർച്ച 14.13 ലക്ഷമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം അത്ര ഗെയിൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 5 വർഷം CPM-ൻ്റെ ഗെയിൻ കേവലം 1,05,000 വോട്ട് മാത്രമാണ്. അവിടെയാണ് BJPയുടെ വളർച്ചയെ നമ്മൾ ആ അർത്ഥത്തിൽ കാണുന്നത്. അപ്പോൾ BJP ഏകദേശം 79% വളർച്ചയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത്ര വലിയ രീതിയിൽ ഇലക്ടറൽ കോമ്പിറ്റൻസ് ഉള്ള, തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ സാന്നിധ്യമാകാൻ ശേഷിയുള്ള ഒരു പാർട്ടിയായിട്ട് BJP മാറിയിട്ടുണ്ട് എന്നുള്ളത് കണക്കുകളുടെ മുന്നിൽ രാജീവ് ചന്ദ്രശേഖറിന് ഒരു ആശ്വാസം നൽകുന്ന കണക്കാണ്. പക്ഷേ വെല്ലുവിളിയുമുണ്ട്. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 11 ഇടങ്ങളിലാണ് 1-ാം സ്ഥാനത്ത്, 9 ഇടങ്ങളിലാണ് 2-ാം സ്ഥാനത്ത്, 10 ഇടങ്ങളിലാണ് ക്ലോസ് തേർഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 30 മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ BJP വിചാരിച്ചാൽ 1-ാം സ്ഥാനത്തേക്ക് വരാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. 30 കോൺസ്റ്റിറ്റ്യുവൻസീസ്. അവിടെ ഇനി സംഘടിതമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവണം. പക്ഷേ പ്രശ്നം ലോക്സഭയിലെ പൊളിറ്റിക്സ് അല്ല നിയമസഭയിൽ വരുമ്പോൾ. അതാണ് പറഞ്ഞത്, ലോക്സഭയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ നിയമസഭയിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഈ 30 നിയമസഭാ മണ്ഡലങ്ങളെയും എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ സമീപിക്കാൻ പോകുന്നത്, എന്ത് സ്ട്രാറ്റജിയാണുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ സ്ട്രാറ്റജിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും ഒരു മാജിക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും തിരുവനന്തപുരവും ചുരുങ്ങിയത് തൃശ്ശൂരുമെങ്കിലും പിടിക്കാൻ സാധിച്ചാൽ അതൊരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ നന്നായിട്ട് വിയർക്കേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖരന് വളരെ കൃത്യമായി ബിസിനസ് ഫോർമുല അറിയാവുന്നയാളാണ്. അതാണ് ഞാൻ നേരത്തെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസിൻ്റെ കാര്യം പറഞ്ഞത്. 8 മടങ്ങാണ് അതിൻ്റെ ആസ്തി മൂല്യം വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തി രാഷ്ട്രീയത്തിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ BJPയുടെ സംഘടന രാഷ്ട്രീയത്തിൽ അത് ആവർത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 3 വെല്ലുവിളികൾ നേരിടുന്നുണ്ട്: ആശയപരമായി, സംഘടനാപരമായി, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ. Meet the editors.